ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ പൂരം തുടങ്ങി 6-ാം നാളായതുകൊണ്ടും ഏകദേശം നല്ല തിരക്കുണ്ടാകുമെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. അതിന് വലിയ തെറ്റൊന്നും വന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നൊക്കെ ഇനി നല്ല തിരക്കാകും, കാരണം ഇന്ന് 7-ാം ദിവസമാണ്. പിന്നെ അതൊന്നുമല്ല, ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം ഇടുന്നപ്പോഴത്തേക്ക് നമുക്ക് വളപ്പി തന്നു കേട്ടോ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ ഞാനും ചങ്കും കൂടി വളരെ വലിയ കളിയിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ വെച്ച് കളിച്ചു. ശരിക്കും ഇത്ര ഹൈറ്റിൽ പൊങ്ങേണ്ട സാധനം അത്ര പൊങ്ങാതിരുന്നത് കൊണ്ട് വളപ്പി ഞങ്ങൾക്ക് തന്നാന്ന് തോന്നുന്നു. ഈ നിൽക്കുന്നതാണ് വളപ്പി. പിന്നെ വളപ്പി എന്ന് പറയുന്ന ശരിക്കും ഒരു അങ്കിളിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വിളിക്കേണ്ടതാണ്, വലിയ ചുമ അങ്ങനെയൊക്കെ വിളിക്കേണ്ട ഒരാളാണ്. പക്ഷേ ഞങ്ങൾ പണ്ട് തുടങ്ങിയ വളപ്പിന്ന് വിളിച്ച് ശീലിച്ചു പോയി. ഇനി നാളെ എനിക്കൊരു കൊച്ചുണ്ടായ കൊച്ചു വരെ വളപ്പിന്നായിരിക്കും വിളിക്കുന്നത്, സ്വാഭാവികം. അത് ഫ്രണ്ടാണ്, അച്ചായിയുടെ അമ്മയുടെ അങ്ങനെ ഫ്രണ്ടാണ്, എല്ലാവരുമായിട്ടുള്ള ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പണ്ട് കാലം മുതലേ അറിയാം. എനിക്കൊന്നും ഈ വളപ്പി എന്ന് പറയുന്ന ആളുടെ അച്ഛനെയും വളപ്പി എന്നായിരുന്നു വിളിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ധാരണയില്ല, എന്നാലും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എന്തായാലും വളപ്പി എന്നാണ് കേൾക്കുന്നതും വിളിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ആൾക്കൂട്ടം കണ്ടുകൊണ്ട് എന്താണെന്നറിയാൻ വേണ്ടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഈ ബട്ടർഫ്ലൈസ് എല്ലാം ഡാൻസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഭയങ്കര രസമല്ലേ, എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാൻ ആദ്യം വെച്ചാൽ ചെറിയ കുട്ടികളാണെന്നാണ്, പക്ഷേ അതൊക്കെ ഇപ്പോൾ അവരുടെ മുഖത്തോട്ടൊക്കെ നല്ല ശരിക്കും എനിക്ക് മനസ്സിലായി അത്യാവശ്യം പ്രായമുള്ളവരാണ്. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നതാണെന്ന് മനസ്സിലായി. ഇതൊക്കെ പിന്നെ നമ്മൾ സ്ഥിരമായി കാണുന്ന കാഴ്ചകളുള്ളൂ. പക്ഷേ ഇതെന്തിൻ്റെ കൂടെ വന്നതെന്ന് മനസ്സിലായില്ല കേട്ടോ. കാരണം ഇത് താലപ്പൊലീൻ്റെ കൂടെ വന്നതാണോ അതോ ചുമ്മാ ഇതിങ്ങനെ വന്നതാണോ എന്താണെന്നൊന്നും എനിക്കങ്ങനെ അത്ര കത്തിയില്ല ശരിക്കും. പിന്നെ ഈ ചേട്ടന് കുറച്ചൊരു ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ പറയുക, ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയപ്പോഴേ ആൾക്കാരെല്ലാം ഓടി ആ പന്തലിലോട്ട് കയറി. പക്ഷേ ഈ ചാറ്റൽ മഴ അങ്ങ് പെരുമഴയായിട്ടാണ്. പെരുമഴ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഇടിച്ചൂത്തി മഴയായി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പൂര സമയത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ. എല്ലാവരും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടേ മഴ പെയ്യുമ്പോൾ ആകെ ഒരു മുഷിച്ചില്ലല്ലേ, കടയെല്ലാം അങ്ങ് അടച്ചു. പിന്നെ എല്ലാവരുടെയും ആ മുഖത്തുള്ള ഒരു വിഷാദ ഭാവം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടംതുള്ളൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ടിരുന്ന ആൾക്കാർ മൊത്തം കൂടി ഓടി ഇങ്ങോട്ടിടും. പക്ഷെ ഇതൊന്നുമല്ല കോമഡി. ആ ഓട്ടംതുള്ളൽ നടന്ന ചേട്ടൻ മഴയല്ല എന്ത് വന്നാലും എനിക്ക് എന്താ കൊടുങ്കാറ്റ് വന്നാലും ഞാൻ ഡാൻസ് നിർത്തില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി എവിടെ നിന്ന് അതങ്ങ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണികളെല്ലാം ഓടി ഇവിടെ കയറി. നമ്മളവിടെ ചെന്ന് കാണാൻ വേണ്ടി ഉണ്ടാകുന്നപ്പോഴത്തേക്കുണ്ടല്ലോ പുള്ളിയുടെ ഓട്ടംതുള്ളലൊക്കെ കഴിഞ്ഞ്, മഴയും കഴിഞ്ഞു ഓട്ടംതുള്ളലും കഴിഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയില്ല. അതായിപ്പോയി. പിന്നെ എന്ത് പറയുക, ദേവി കാണുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ആ ചേട്ടൻ കളിച്ചത്. എന്തായാലും കൊള്ളായിരുന്നുണ്ട്, നല്ല അടിപൊളി പരിപാടിയാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം നമ്മളിടയ്ക്ക് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. മഴ കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല ഗൈസ്, ഒരു രക്ഷയില്ലായിരുന്നു. ഇങ്ങനെ ഈ അടുങ്ങി നിൽക്കുന്ന അത്രയും ദേഷ്യം നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ. ഒരു അരമണിക്കൂർ പെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നു. പെയ്ത് കുറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങി. എന്ന് വെച്ചാൽ പെട്ടെന്ന് തിരക്കാവും, പിന്നെ കുറേ ആൾക്കാരൊക്കെ വീട്ടിലോട്ട് പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തി. അതൊന്നുമല്ല, ഇതൊക്കെ കഴിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മുട്ടബജി ആയിരുന്നു. വന്നപ്പോഴേ മുട്ടബജി വാങ്ങണമെന്ന് ചോദിച്ചപ്പോഴാണ് മഴ അങ്ങ് തുടങ്ങിയത്. പിന്നെ ഞാൻ മുട്ടബജി കഴിഞ്ഞിരുന്നു എന്ന് വെച്ചാൽ തീർന്നു പോയിട്ട് ഞാൻ രണ്ടാമത് വറപ്പിച്ച് വാങ്ങി കഴിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നിട്ടേ കാണണേ. ഇനിയിപ്പം ഇന്ന് 7-ാം നാളാണ്. ബാക്കി വിശേഷമൊക്കെ പിന്നെ കാണാം കേട്ടോ.